ഹായ് ഫ്രണ്ട്സ്, ഞാൻ അൽത്തു കാസർഗോഡാണ്. ആദ്യമേ ഒരു കാര്യം പറയുകയാണ്. നല്ലവരായ മുസ്ലിം സ്ത്രീകളോടാണ് ഒരു കാര്യം പറയാനുള്ളത്. നിങ്ങൾക്കിത് എന്തിൻ്റെ കേടാണ്? അതായത് പാവങ്ങളായ പ്രവാസികൾ അയച്ചു കൊടുക്കുന്ന പൈസ ഉണ്ടല്ലോ, ആ പൈസയിൽ നിന്ന് പ്രവാസികളുടെ ഭാര്യമാർ എന്ത് ചെയ്യുന്നു? ഒരു നല്ല പങ്ക് മദനീയത്തിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. ആരാണ് മദനീയം? ലത്തീഫ് സഖാഫി വീട്ടിൽ നിന്ന് ഒരു ലൈവ് അപ്ലോഡ് ചെയ്യുകയാണ്. പറയുന്നു അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹ്. എന്തൊക്കെ പ്രസംഗം, എന്തൊക്കെ കരച്ചൽ, എന്തൊക്കെ. ആരാണെങ്കിലും ഇയാളുടെ ദുആ കേട്ടാൽ പൈസ അയച്ചു കൊടുക്കും. ആദ്യമേ ഒരു കാര്യം പറയുകയാണ്, എൻ്റെ പൊന്നു ലത്തീഫ് ഉസ്താദെ, നിങ്ങളൊക്കെ 4-5 വർഷത്തിന് മുമ്പ് പ്രസംഗിച്ചിരുന്നു. അതായത് ഇബ്ലീസിന്റെ പെട്ടിയാണ് TV, ഇബ്ലീസിന്റെ പെട്ടിയാണ് യൂട്യൂബ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെയാണ് ഹലാലായത്? ആരാണ് ഹലാലാക്കിയത്? ഒരൊറ്റ കാര്യം പറയുകയാണ്, പാവപ്പെട്ട എന്നെ പോലെയുള്ളവർ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ആക്കിയാൽ അത് ഹറാമും. ഹറാം തന്നെയാണ്, ഹലാൽ എന്ന് ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ഈ ലത്തീഫ് സഖാഫിക്ക് ഇതെങ്ങനെയാണ് ഹലാലാകുന്നത്? നോക്കുക, ലൈവ് അപ്ലോഡ് ചെയ്യുകയാണ്. അതിന്റെ മുമ്പിൽ, ലൈവ് തുടങ്ങുന്നതിന് മുമ്പിൽ എന്താണ് വരുന്നത്? ആദ്യം വരുന്നത് സ്കാനറാണ്, ഗൂഗിൾ പേയുടെ. എന്തെങ്കിലും സഹായിക്കൂ. ഒരൊറ്റ കാര്യം പറയുകയാണ്, നല്ല രീതിയിൽ കേന്ദ്ര സർക്കാർ അടക്കം ഇതിനെ അന്വേഷിക്കണം. ഇയാളെ അക്കൗണ്ടിലേക്ക് എത്ര പൈസ പോകുന്നുണ്ട്, ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട് പൈസ. ആദ്യം ചോദിക്കും, നിങ്ങൾ എന്ത് ചെയ്യുന്നു ലത്തീഫ് സഖാഫി? ഇഷ്ടം പോലെ പൈസ പോകുന്നുണ്ട്. എൻ്റെ അനുഭവത്തിൽ ഞാൻ ഇവിടെ ഈ വീഡിയോ ഉണ്ടാക്കാൻ തന്നെ കാരണം ഇതാണ്. അതായത് പാവപ്പെട്ട പ്രവാസികൾ, ഞാൻ സൗദി അറേബ്യയിലാണുള്ളത്. ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന പൈസയിൽ ഒരു പങ്ക് ഞങ്ങൾ നാട്ടിലേക്ക് അയക്കുമ്പോൾ അതിന്റെ ചെറിയ ഒരു ഉദാഹരണത്തിന് 10,000 റുപ്യ നമ്മൾ നാട്ടിലേക്ക് അയച്ചാൽ 5 റുപ്യയും ലത്തീഫ് സഖാഫിന്റെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. പറയുന്നു, ഞങ്ങൾക്ക് നാളെ കബറിൽ കിടക്കണ്ടേ, ഉസ്താദിന്റെ അക്കൗണ്ടിലേക്ക് അയക്കുന്നു. എന്ത് ചെയ്യുന്നു ഉസ്താദെ? നിങ്ങൾ ഇതിന്റെ പ്രൂഫ് നിങ്ങൾ കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എത്ര പൈസ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അതിന്റെ ഒക്കെ, അതായത് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ പൈസ? ഞാനൊരു കാര്യം പറയുകയാണ്, ഞാൻ നാളെ നാട്ടിലേക്ക് വന്നിട്ട് ഒരു റൂമിൽ അസ്തഗ്ഫിറുല്ലാഹ് അൽ-അലീം എന്ന് പറഞ്ഞ ഒരു വലിയൊരു സംഘടന യൂട്യൂബ് ലൈവിൽ അല്ലാഹ് ഇങ്ങനെ ആമീൻ ആമീൻ എന്ന് പറഞ്ഞ വലിയൊരു ദുആ മജ്ലിസിൽ സ്കാനർ വെച്ചാൽ എൻ്റെ അക്കൗണ്ടിലേക്കും പൈസ വരും. എന്താണ് ഉസ്താദ്? അതായത് ലത്തീഫ് ഉസ്താദ് മുമ്പൊക്കെ വയന്ന് പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു. ഉസ്താദിന്റെ പ്രസംഗം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സിനിമ കാണൂലേ, അപ്പോൾ നമ്മൾ അന്യപുരുഷനെ കണ്ട് സ്ത്രീകൾ, അതായത് അന്യപുരുഷന്മാരെ കാണാൻ പാടില്ല. ക്രിക്കറ്റ് കളി കാണുമ്പോൾ അന്യപുരുഷന്മാരെ കാണാൻ പാടില്ല, ശരി തന്നെയാണ്. പക്ഷെ നിങ്ങൾ കാണുന്നതോ 3 മണിക്കൂറിന്റെ ലൈവാണ് ഇങ്ങേരെ അപ്ലോഡ് ചെയ്യുന്നത്. 3 മണിക്കൂറും ഇങ്ങേരെ തന്നെയല്ലേ സ്ത്രീകൾ കാണുന്നത്? അപ്പോൾ എനിക്ക് പറയാനുള്ളത്, യൂട്യൂബിൽ ഇഷ്ടം പോലെ റവന്യൂ കിട്ടുന്നുണ്ട്. 3 മണിക്കൂർ, അതായത് 3 മണിക്കൂർ ഇയാൾ ലൈവ് ഇടുമ്പോൾ എത്ര പേരാണ് ഇത് കാണുന്നത്? എത്ര പേരാണ് ഇയാൾക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കുന്നത്? ഒരൊറ്റ കാര്യം പറയാം, ഞാൻ ഇവിടെ സൈഡിൽ ഒരു വീട് വെച്ച് തരാം. നോക്കുക, ഇതാണ് ഇയാളുടെ വീട്. കൊട്ടാരം പോലത്തെ വീടാണ്. നിങ്ങൾ എവിടെയെങ്കിലും പ്രവാസിയായി പണിയെടുത്തോ? പാവപ്പെട്ട ഞങ്ങളെപ്പോലത്തെ പ്രവാസികൾ 10 അല്ല 20 വർഷം ഇവിടെ പണിയെടുത്താലും നമുക്കൊരു വീട് പോയിട്ട് ഒരു സ്ഥലം പോലും മേടിക്കാൻ പറ്റുന്നില്ല. പറയും ഉസ്താദിനെ ബർക്കത്ത്. നിങ്ങൾ എന്തെങ്കിലും പണിയെടുത്തിട്ടുണ്ടോ എൻ്റെ ഉസ്താദെ? അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും കഷ്ടപ്പെട്ടിട്ട് അറിയോ? ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുക. ഉസ്താദിനോട് ഒരൊറ്റ ചോദ്യം ചോദിക്കുകയാണ്, ഇപ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ഹലാലാകുന്നത്? ഓൺലൈനിലൂടെ പൈസ അല്ലേ, റവന്യൂ അല്ലേ, യൂട്യൂബ് അല്ലേ, ആഡ് അല്ലേ? നിങ്ങളുടെ പ്രസംഗമുണ്ടല്ലോ, അതായത് ഞങ്ങൾ മാത്രമാണ് തെറ്റ് ചെയ്യുന്നത്, നിങ്ങളെല്ലാം പുണ്യമല്ലേ ചെയ്യുന്നത്? എത്ര സ്ത്രീകളാണ് എൻ്റെ ആദ്യത്തെ താഴെ വരുന്ന കമന്റ്, ഉസ്താദ് ഞാൻ 500 അയച്ചിട്ടുണ്ട്, ഉസ്താദ് ഞാൻ 10,000 അയച്ചിട്ടുണ്ട്, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇയാളുടെ ദുആ എന്തിനാ? ഞാൻ പറയുന്നു, അതായത് ഞാനൊരു മദ്രസ പഠിച്ച നിലയിൽ ഞാൻ പറയുകയാണ്, അതായത് നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെങ്കിൽ ആരും കാണാതെ നിങ്ങൾ സലാത്ത് ചൊല്ലിക്കോ. ഇദ്ദേഹത്തിന്റെ ലൈവിൽ പോകേണ്ട എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടോ? ഇദ്ദേഹത്തിന് വ്യക്തമായ പ്ലാൻ ഉണ്ട്. പൈസ ഉണ്ടാക്കൽ പരിപാടി മാത്രമാണ്. ഒരു ചെറിയൊരു ഫോട്ടോ ഞാൻ ഇവിടെ വെച്ച് തരാം, നോക്കുക നിങ്ങൾ. അതായത് ഉസ്താദിന്റെ മോളാണിത്. പറയുമ്പോൾ പറയും ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ ഇസ്ലാം മതത്തിൽ എന്താണ് പറയുന്നത്? ഒരു പെൺകുട്ടികൾ 6 അതായത് ചെറിയ പെൺകുട്ടികളടക്കം ഇത് മുഖം കാണിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം നിയമം. ഈ ആൾക്കാരാണ് ഈ നിയമം ഹലാലാക്കി കൊടുത്തത്. ആദ്യം നിങ്ങൊന്നാ ഉസ്താദെ, എന്തെന്നടേ നിങ്ങൾ? എനിക്കിത് കാണുന്ന എൻ്റെ നല്ലവരായ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിടുക മദനീയം കാണൽ പരിപാടി, ഇതിനൊക്കെ പൈസ അയക്കൽ പരിപാടി, എല്ലാവരും വിടുക. പച്ചക്കള്ളന്മാരാണ് ഇവന്മാരൊക്കെ. സത്യമാണ് ഞാൻ പറയുന്നത്. എന്തിനാണ്? നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ 5 വഖത്ത് നിസ്കരിക്കുക, നമ്മൾ ഖുർആൻ ഓതുക, നമ്മൾ സലാത്ത് ചൊല്ലുക, നമ്മൾ ദുആ ചെയ്യുക ദൈവത്തോട് നേരിട്ട്. അല്ലാതെ ഇയാളുടെ ഫേസും കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? ഇയാൾക്ക് ഇതൊക്കെ ആരാണ് ഹലാലാക്കി കൊടുത്തതെന്ന് എനിക്ക് അതൊന്നാണ് ചോദിക്കാനുള്ളത്.
എനിക്ക് ഉസ്താദിനോട് ഒരൊറ്റ കാര്യം പറയാനുള്ളത്, എത്ര പൈസ കിട്ടിയെന്ന് ക്ലിയർ ആയിട്ടുള്ള കണക്ക് നിങ്ങൾ ചെയ്യണം. ഞാൻ നാട്ടിലില്ലാത്തത് കൊണ്ടാണ്, ഉണ്ടാകും ഞാൻ വല്ലാഹി സത്യം ഞാൻ ഇയാൾക്ക് കേസ് കൊടുക്കും, ഞാൻ കേസ് കൊടുക്കട്ടെ. എന്തെന്നറി, അതായത് എവിടെ നിന്ന് ഈ പൈസകളൊക്കെ എവിടെ എന്തൊക്കെ ചെയ്തു എല്ലാത്തിനുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു വിധിയാണ് നമുക്കെതിരെ തരണം. അതായത് കാരണം നമ്മളാണ് പൈസ അയച്ചു കൊടുക്കല്. അതാ ഇഷ്ടം പോലെ പെണ്ണുങ്ങൾ ഇയാളുടെ വലയിലാണ്. അതായത് ഇയാൾ പറയുന്നു ഇയാൾക്ക് ഒരു മാസത്തിൽ മിനിമം ഒരു 5,000 റുപ്യെങ്കിലും കൊടുത്തിട്ടെങ്കിലെങ്കിൽ ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് ഉറക്കം വരില്ല, നാളെ സ്വർഗം കിട്ടൂല എന്ന് പറഞ്ഞിട്ട്. ഇയാളെ പോലത്തെ കള്ളന്മാർക്ക് നിങ്ങൾ പൈസ അയച്ചിട്ട് നിങ്ങൾക്ക് എന്തിനാണ് സ്വർഗം? അപ്പൊ നിങ്ങൾ പറയും ഉസ്താദന്മാരല്ലേ ഉസ്താദ്. പിന്നീട് കുറേ ആൾക്കാരുണ്ട്, അതായത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ, അത് ഗൾഫിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഹസ്ബൻഡിന്റെ ജോലി ഇല്ലാതായി, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ നേരെ ഉസ്താദന്മാരുടെ അടുത്തേക്ക് പോകും. ഉസ്താദന്മാർ എന്ത് ചെയ്യും? വെറുതെ ഊതും, ഇങ്ങനെ എന്തെങ്കിലും എഴുതിയിട്ട് പറയും, നിങ്ങളുടെ വീട്ടിൽ മൂലക്കൊരു പ്രശ്നമാണ്, അതിന് എന്ത് വേണം ഉസ്താദെ പറയും, ഒരു 8 മുട്ട കൊണ്ട് പറഞ്ഞു, ഒരു ചട്ടി കൊണ്ട് പറഞ്ഞു, അതിനുശേഷം പറയും 1,00,000 റുപ്യ. 1,00,000 റുപ്യ തന്നാൽ നിങ്ങളെ പ്രശ്നം ഞാൻ ശരിയാക്കാം. അത് മഹറിന്റെ മാലടക്കം പണയം വെച്ചിട്ടാണ് ഈ ഉസ്താദിന് 1,00,000 റുപ്യ കൊടുക്കുന്നത്. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? ഒരു പുണ്ണാക്കും സംഭവിക്കുന്നില്ല. 1,00,000 കണ്ട് ഇയാൾ ഈ മുട്ടയിൽ എന്തോ ഒരു തേങ്ങാക്കോലി എഴുതിയിട്ട് വീട്ടിലേക്ക് കൊടുക്കുന്നുണ്ട്, കത്തിക്കാൻ പറയുന്നുണ്ട്, ഒരു തേങ്ങാക്കോലി നടക്കുന്നില്ല. ഞാൻ പറയുന്നു, പ്രശ്നങ്ങളില്ലാത്ത വീടുകളില്ല. നമ്മളൊക്കെ സുഖം മാത്രം അനുഭവിക്കാൻ ഈ ദുനിയാവിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് ജീവിതത്തിന് ഒരർത്ഥം? അതായത് എല്ലാവരും പച്ചക്കള്ളന്മാരാണ് സത്യം പറയുന്നത്. നിങ്ങൾ ഏടത്തേക്കും പോകണ്ട. നമ്മൾ പണിയെടുത്താൽ, പവർഫുൾ ആയിട്ട് പണിയെടുത്താൽ ഒരു പ്രശ്നവും ആർക്കുമില്ല. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. മദനിയം പോലെയുള്ള, നിങ്ങൾക്ക് സലാത്ത് ചൊല്ലുക, നിങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. ഇത്തരത്തിലുള്ള കള്ളന്മാർക്ക് 1 രൂപ പോലും നിങ്ങൾ അയച്ചു കൊടുക്കണ്ടെന്ന് ഞാൻ പറയുന്നു. ഇദ്ദേഹത്തിന്റെ വീട് നോക്കി, ഇദ്ദേഹം എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നോ? ഏതെങ്കിലും ബിസിനസ്, അതായത് ഇയാൾക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ഉണ്ട്? ഇത് മാത്രമല്ലേ ലൈവിൽ വരിക, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുക, പൈസ ഉണ്ടാക്കുക മാത്രമാണ് ഇദ്ദേഹത്തിന്റെ ഒരു ഇത്. അപ്പൊ നിങ്ങൾ പറയും ഉസ്താദിന് മാത്രം എന്ത് നീ കള്ളം പറയും, ഉസ്താദന്മാർ എന്തെങ്കിലും തെറ്റ് ചെയ്യാറുണ്ടോ? അങ്ങനെ തെറ്റ് ചെയ്ത 2 ഉസ്താദന്മാരുടെ ഒരു വാർത്ത ഞാൻ ഇവിടെ സൈഡിൽ വെച്ച് തരാം. കുറച്ച് മുമ്പത്തെയാണ്, എന്തായാലും നിങ്ങൾ കേട്ട് നോക്കുക. ഓക്കെ. +1 വിദ്യാർത്ഥിനിയെ ലോഡ്ജിൽ എത്തിച്ച് പീഡിപ്പിച്ച പള്ളി ഇമാം അറസ്റ്റിൽ. കോഴിക്കോട് ഗാന്ധി റോഡ് പള്ളിയിലെ ഇമാമും മദ്രസ അധ്യാപകനുമായ 47-കാരൻ അബ്ദുൽ ബഷീറാണ് പോക്സോ നിയമപ്രകാരം പിടിയിലായത്. നോക്കുക, ആരാണ്? പള്ളിയിൽ ഇമാമാണ്. എന്തെന്നടെ പള്ളിയിൽ ഇമാമാണ് പീഡിപ്പിച്ചത്. ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയാൻ കാരണം, ഇത്തരത്തിലുള്ള തെമ്മാടികളെ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. നമുക്ക് നല്ല ഒരു ഉസ്താദന്മാർ പള്ളിയിലുണ്ടല്ലേ, പള്ളിക്ക് നിങ്ങൾ കൊണ്ടുപോയി പൈസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പള്ളിക്ക് കൊണ്ടുപോയി കൊടുക്കുക. അല്ലാതെ ഇത്തരത്തിൽ ഓൺലൈൻ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഹറാമാണെന്നല്ലേ ഉസ്താദന്മാർ വലിയ പണ്ഡിതന്മാരും പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് ഇവർക്ക് മാത്രം എങ്ങനെയാണ് ഹലാലാകുന്നത്? ഓക്കെ, അടുത്തൊരു ഉസ്താദിന്റെ ഒരു ചെറ്റത്തരം കൂടി നമുക്ക് കേട്ട് നോക്കാം. ഞാനിത് ഉസ്താദന്മാരെ ചെറുതാക്കുന്നതല്ല, ഇഷ്ടംപോലെ സ്ത്രീകൾ ഇത്തരത്തിലുള്ള ട്രാപ്പിൽ വീഴുകയാണ്. അതായത് ഈ ഉസ്താദിന്റെ ഒരു ഇതും കൂടി കേട്ട് നോക്കാം നമുക്ക്. പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ മദ്രസ അധ്യാപകനെ തൃശൂർ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറക്കൽ ദാറുൽ ഇസ്ലാം മദ്രസ അധ്യാപകനായ അഷ്റഫാണ് പിടിയിലായത്. ഇതൊക്കെയാണ് ഇവരുടെ ഈമാന്. നിങ്ങൾക്ക് പറയുമ്പോൾ ഞാൻ പറയുന്നതാണ്, ഒരു ജീവിതമാണുള്ളത്. പൈസ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾ ദീന് വിശ്വസിക്കേണ്ടെന്നല്ല പറയും. നമ്മൾ നിസ്കരിക്കണം, ഖുർആൻ ഓതണം, സദഖ കൊടുക്കണം, ഇല്ലാത്തവർക്ക് കൊടുക്കണം. ഇത്തരത്തിലുള്ള തെമ്മാടികൾക്ക് എന്തിനാണ് കൊടുക്കുന്നത്? ഈ ലത്തീഫ് സഖാഫിയോട് എനിക്ക് പറയാനുള്ളത്, മദനിയത്തിലുള്ള നിങ്ങൾ വിളിച്ച സ്ഥലത്തേക്ക് ഞാൻ വരാം. അതായത് നിങ്ങൾക്കെതിരെ ഞാൻ നാട്ടിലേക്ക് വന്നാൽ ഉറപ്പായിട്ട് ഞാൻ കേസിനടക്കം പോവുകയാണ്. നിങ്ങൾ എന്നെ നാളുകളിൽ എനിക്ക് എന്ത് സംഭവിച്ചാലും, ഞാൻ മരിച്ചാലും ചില ആൾ പറയും ലത്തീഫ് സഖാഫിന്റെ ദുആ കൊണ്ട് അവൻ മരണപ്പെട്ടു. അങ്ങനെയൊന്നുമില്ല, പച്ചക്കള്ളന്മാരാണ്. ഞാൻ മരിച്ചാൽ എൻ്റെ ആയുസ് തീർന്നു, അത്ര മാത്രമാണ്. അപ്പോൾ ലത്തീഫ് സഖാഫിയോട് ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾക്ക് കിട്ടുന്ന കണക്കിന്റെ ഒരു രേഖയും കൂടി നിങ്ങൾ പുറത്തുവിടണം. കാരണം നിങ്ങളൊരു സോഷ്യൽ മീഡിയയിലാണ് കളിക്കുന്നത്. അപ്പോൾ ഇത് ഈ പൈസ ഒക്കെ എവിടേക്കാണ് പോകുന്നത്, എന്താണ് ഇതിന് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ ഇടണം തന്നെയാണ്. ഇല്ലെങ്കിൽ ഞാൻ കേസിന് പോകും, അതിന് ഉറപ്പാണ്. നിങ്ങളെപ്പോലെയുള്ള തെമ്മാടികൾ കുറ്റം ചെയ്താൽ ഞാൻ ചൂണ്ടിക്കാണിക്കും. അത് മുസ്ലിം എന്നല്ല, എല്ലാ മതത്തിലും. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഏതായാലും വേണ്ടി ചെയ്യാം. ഓക്കെ, ബൈ.